ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ജയിൽ ചാടിയ സൗമ്യ വധക്കേസിലെ പ്രതിക്ക് മുംബൈയിലെ അധോലോക സംഘവുമായി ബന്ധമുണ്ടെന്ന് ഗോവിന്ദചാമിയുടെ കേസ് വാദിച്ചിരുന്ന അഡ്വക്കേറ്റ് BA ആളൂർ പറഞ്ഞിരുന്നു. അവരാണ് ഗോവിന്ദചാമിക്ക് വേണ്ടി പണം മുടക്കിയതത്രേ. ട്രെയിനുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഭിക്ഷാടനം നടത്തുന്ന സംഘത്തിലെ കണ്ണിയായിരുന്നു ഗോവിന്ദചാമി. തൃശൂരിൽ നിന്നും ജോലി കഴിഞ്ഞ് ഷൊർണൂരിലുള്ള വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് മുമ്പായാണ് സൗമ്യയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. കീഴ്ക്കോടതികളിൽ സൗമ്യയ്ക്ക് അനുകൂലമായാണ് വിധി വന്നതെങ്കിലും സുപ്രീം കോടതി ജീവപര്യന്തം തടവാക്കി വധശിക്ഷ ഒഴിവാക്കുകയായിരുന്നു. ഭിക്ഷാടനം നടത്തുന്നതിന് ഏരിയ നിശ്ചയിച്ചിട്ടുള്ളതിനാൽ ഒരു കാരണവശാലും ഗോവിന്ദചാമി ഷൊർണൂരിനപ്പുറം കടക്കില്ലെന്നായിരുന്നു ആളൂരിന്റെ ഒരു വാദം. അനുവദിച്ച ഏരിയ കടന്നാൽ വകവരുത്തുമെന്നാണ് ചട്ടം. ബലാത്സംഗം ചെയ്തതാണ് സൗമ്യയുടെ മരണകാരണമെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. സൗമ്യയെ തള്ളിയിട്ടതായി ദൃക്സാക്ഷികളും ഇല്ലാതെ പോയി. കണ്ണൂർ ജയിലിൽ അതീവ സുരക്ഷയിൽ കഴിഞ്ഞിരുന്ന ഗോവിന്ദചാമി രക്ഷപ്പെട്ടതിന് പിന്നിലും ദുരൂഹത ഏറുകയാണ്. ജയിലിന് പുറത്തും അകത്തും ഗോവിന്ദചാമിയെ ആരൊക്കെയോ സഹായിച്ചിട്ടുണ്ടാകുമെന്നാണ് നിഗമനം. ഒരു കൈ മാത്രമുള്ള ഗോവിന്ദചാമി ജയിലറയുടെ കമ്പി വളച്ചാണ് പുറത്ത് കടന്നിട്ടുള്ളത്. ജയിലിലെ കൂറ്റൻ മതിലുകൾ ചാടിക്കടക്കാൻ ഡ്രമ്മുകൾ ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊരാളുടെ സഹായമില്ലാതെ ഗോവിന്ദചാമിക്ക് ജയിൽ ചാടാൻ കഴിയില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഗോവിന്ദചാമിക്ക് വേണ്ടി കേസെടുത്ത് വാദിച്ചിരുന്ന ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് BA ആളൂർ ഏതാനും മാസം മുമ്പ് മരണപ്പെട്ടിരുന്നു. കൊടും കുറ്റവാളി ഗോവിന്ദചാമി പിടിയിൽ. രാവിലെ ഗോവിന്ദചാമിയെ കണ്ട ദൃക്സാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ തിരച്ചിലിലാണ് ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ നിന്നും പ്രതിയെ പിടികൂടിയത്. കറുത്ത പാന്റ് മാത്രം ധരിച്ച നിലയിലായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.